ചുറ്റുവട്ടത്തുള്ളവരെല്ലാം ഇപ്പോഴേ അതും ഇതൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പാർവതി, അവരാണോ നിനക്ക് ചെലവിന് തരുന്നത്? ഞാനല്ലേ. ഭർത്താവ് ഉപേക്ഷിച്ചു പോയ നിനക്കും കുട്ടികൾക്കും ഒരു ജീവിതം കിട്ടുന്നതിലുള്ള അസൂയാണ് നാട്ടുകാർക്ക്. പാർവതി, നിനക്കറിയോ, എന്റെ അച്ഛന്റെ പാരമ്പര്യം അതേപടി നിലനിർത്തുന്ന ഒരേ ഒരു മകനാണ് ഞാൻ. ദേ നോക്ക്, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിനക്ക് ഞാനുണ്ട്. എന്റെ ഭാര്യയാകാൻ എല്ലാം കൊണ്ടും അർഹതപ്പെട്ടവൾ നീയാണ്, അല്ലേ? മക്കളുടെ കാര്യം ആലോചിക്കുമ്പോഴാ. മക്കളോട് പോകാൻ പറ, അവര് പോയി അവരെ പണി നോക്കട്ടെ. അവരൊരു വഴിക്കാൻ വളർന്നോളും. എന്റെ അച്ഛൻ ഇത്രയൊക്കെ കല്യാണം കഴിച്ചിട്ടു അതിലുണ്ടായ ഞാൻ അടക്കമുള്ള മക്കൾ വളർന്നില്ലേ? ഇന്ന് ഞാൻ ഒരു ഹെഡ് കോൺസ്റ്റബിൾ വരെ ആയില്ലേ? എന്താ പാർവതിക്ക് എന്നെ വിശ്വാസം വരുന്നില്ലേ? ഞാനിവിടെ ഏകസ്ഥനായിട്ട് ഒറ്റയ്ക്കാണ്. നമ്മുടെ ജീവിത നാടകം ഇവിടെ തുടരുകയാണ്. കർത്തൻ ആരാ? ആരുമില്ല. നീ ഇന്ന് ഷാമ്പൂ തേച്ചില്ലേ? വാങ്ങിച്ചു തന്നത് തീർന്നു പോയി. അത് നേരത്തെ പറയാഞ്ഞത്. വാസു തന്നെ ഇപ്പൊ എന്തിനാണോ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? സാറിന് എസ് ഐ സാർ 2-3 പ്രാവശ്യം അന്വേഷിച്ചു. അതിരിക്കട്ടെ, ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം നിനക്കെങ്ങനെ മനസ്സിലായി? ഞാൻ സാറെ തിരക്ക് ഈ വഴിക്ക് വരുമ്പോ സാറിന്റെ തൊട്ട് വെച്ച് കുട്ടികൾ കളിക്കുന്നുണ്ടു. എന്റെ അനിയിൽ പണ്ട് വാരിയിട്ടോ ഇതിന്റെ കുട്ടികള്. ശരി സാർ. എന്തിനാ? അയ്യോ, പോവാണോ? അല്ല, വരികയാണ്. സാർ, ഞാനിതുവരെ എവിടെയായിരുന്നു? ആ ബാങ്ക് കവർച്ചയുടെ കാര്യത്തിൽ വല്ല തുമ്പും കണ്ടെത്താൻ തനിക്ക് കഴിഞ്ഞോ? സാർ, നേരം എടുക്കുന്നവരെ ഞാൻ ആ കോപ്പറേറ്റീവ് ബാങ്കിന്റെ ചുറ്റുവട്ടത്ത് കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് പ്രതിയെ കുറിച്ച് വല്ല വിവരവും കിട്ടിയോ? നേരം വിളിക്കാറായപ്പോ പ്രതി എന്റെ മുമ്പിൽ തന്നെ വന്നു പെട്ടു സാർ. എന്നിട്ട് ഏകപട ദ്വിപട ത്രിപട ചതുർ പഞ്ചപട ഷഷ്ടിപട കളരിമുറ അല്പം അറിയാവുന്നതുകൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടു സാർ. ഒറ്റ ചുഴറ്റിപ്പിടുത്തത്തിലൂടെ പ്രതിയെ എന്റെ കൈക്കുള്ളിലാക്കി. അവൻ എന്റെ കൈക്കുള്ളിൽ കിടന്ന് ചക്രശ്വാസം വലിക്കരുത്. എന്നിട്ട് കരാട്ടെ അറിയാവുന്ന അവൻ എന്റെ അടിവയറ്റിട്ട് ഒരു നല്ല താങ്ങി അയച്ച് ഓടി രക്ഷപ്പെട്ടു. നല്ലൊരു അവസരം പാഴാക്കി കളഞ്ഞല്ലോ താൻ. ആ, പ്രതിയുടെ അടയാളം വല്ലതും കിട്ടിയിട്ടുണ്ടോ? വിരലടയാളം കിട്ടിയിട്ടുണ്ട് സാർ. ഇവിടെ എന്റെ അടിവയറ്റിൽ. തന്നെയൊക്കെ ആരോട് പോലീസിലെടുത്തത്? ഈ ചോദ്യം പല പ്രാവശ്യം ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് സാർ. ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. ഷടാ. ഓക്കെ, ഇതിനിടെ ഒരു തെളിവ് ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്താ ഇത്? പ്രതിയുമായിട്ടുള്ള മൽപ്പിടുത്തത്തിനിടയിൽ അവന്റെ അഴിഞ്ഞുപോയ മുണ്ടാണിത്. ഇതെന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഇതൊരു ചോദ്യമാണ് സാറേ. ഈ ലുങ്കിയും അന്വേഷിച്ച് അവൻ ഇവിടെ വരുമ്പോ നമുക്ക് കയ്യോടെ അവനെ അറസ്റ്റ് ചെയ്യാലോ. വെരി ഗുഡ്. പുറകിൽ മുഴുവൻ നരയാ. പ്രായം കൊണ്ടുള്ള നരയാണെന്നേ എല്ലാവർക്കും തോന്നുന്നു. പക്ഷെ ഇതെങ്ങനെയല്ല, ചെറുപ്പത്തിലേ നരയ്ക്കുന്ന പാരമ്പര്യമാ ഞങ്ങളുടെ തറവാട്ടുകാർക്ക്. ഭാഗ്യ നരയാണെന്നാ എല്ലാരും പറയാറ്. അത് ശരിയാ. ഇത്രയും ഭാഗ്യം വേറെ ആർക്കാ ഈ നാട്ടിൽ കിട്ടിയിരിക്കുന്നത്? ആവശ്യത്തിലേറെ സ്വത്തും എണ്ണത്തിൽ കൂടുതൽ ഭാര്യമാരും. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ സുശീലേ? നമുക്കൊരു കാറ് വാങ്ങിയാലോ? കാറോ? അതെ, അതിന്റെ ഒരു കുറവ് മാത്രമേ ഞാൻ ഈ തറവാട്ടിൽ കാണുന്നുള്ളൂ. അതൊക്കെ അധിക ചെലവല്ലേ സുശീലേ? അല്പം ചെലവായാൽ എന്താ? നമുക്ക് രണ്ടുപേർക്കും കൂടി ഒന്നിച്ചിരുന്ന് നാട്ടുകാരുടെ മുന്നിലൂടെ അന്തസ്സായി പോകാമല്ലോ. ഒരു വിമാനം തന്നെ അയക്കോ? എന്നാ പിന്നെ കിളവനെയും കൊണ്ട് നിനക്ക് എളുപ്പം നരകത്തിച്ചെന്ന് ഇറങ്ങാലോ. വേണ്ടി വന്നാൽ വിമാനമല്ല കപ്പൽ വരെ വാങ്ങും. നീ ആരോട് ചോദിക്കാൻ? നിങ്ങളുടെ ജീവിത പങ്കാളി എന്താ സംശയമുണ്ടോ? ഉണ്ടോ? അതെ, അന്ധകാലം. ഇപ്പൊ എന്റെ സുശീല എന്ത് പറയുന്നു അതുപോലെ ഞാൻ ചെയ്യും. രാഘവനാരേ, ഇവളുടെ താളത്തിനൊത്ത് തുള്ളി നിങ്ങളുടെ കൈയും കാലും തളർന്നു വീണില്ലെങ്കിൽ എന്നേതാ ഇങ്ങനെ വിളിച്ചു ഓടി വട്ടെ. എന്നെ വിളിച്ചോ? രാഘവനാരേ, ഞാൻ ഒരു കാർ വാങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതിന് വേണ്ടുന്ന ഏർപ്പാടുകൾ ഉടനെ തന്നെ ചെയ്തോളൂ. ഇവിടെ ഇപ്പൊ എന്തിനാ ഒരു കാറ്? ഒക്കെ ഒരു അധിക ചെലവല്ലേ? താനല്ലല്ലോ കാശ് മുടക്കുന്നത്. പറയുന്ന അങ്ങ് ചെയ്താ മതി. കാര്യസ്ഥന്റെ നിലയ്ക്ക് നിന്നോളണം, അല്ലെങ്കിൽ ഇറങ്ങി പോയിക്കോണം. പോയിക്കോളൂ. മിടുക്കി.